നമസ്കാരം. മികച്ച രീതിയിലാണ് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് പ്രവർത്തിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസ് വകുപ്പിനെതിരെ വന്നിരിക്കുന്ന ആക്ഷേപങ്ങൾ മുഖ്യമന്ത്രി തള്ളിയിരിക്കുകയാണ്. പോലീസുകാർ കൂടുതൽ പ്രതികരണ ശേഷിയുള്ളവരായി മാറിയത് ഈ സർക്കാരിന്റെ കാലത്താണ്. പൗരകേന്ദ്രീകൃത സമീപനത്തോടെ പോലീസ് സേന പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ നിരവധി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മാലമോഷണത്തിന്റെ പേരിൽ ദളിത് യുവതിക്ക് ക്രൂരപീഡനം ഏൽക്കേണ്ടി വന്ന സംഭവത്തിൽ ASIക്ക് സസ്പെൻഷൻ. GD ചുമതലയിൽ ഉണ്ടായിരുന്ന പ്രസന്നൻ എന്ന ASI കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ASI പ്രസന്നൻ അമിതാധികാര പ്രയോഗം നടത്തിയെന്നും കണ്ടെത്തിയിരുന്നു. ആക്ഷേപത്തിൽ കൺട്രോൾമെന്റ് SP വിശദമായ അന്വേഷണം നടത്തുകയും CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച ശേഷമാണ് പോലീസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയത്. കൊല്ലത്ത് ചിതറയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തി. തുമ്പമൺ സ്വദേശിയായ 29 വയസ്സുള്ള സുജിനാണ് കൊല്ലപ്പെട്ടത്. തുമ്പമൺ തൊടി കാരക്കുന്നിന് സമീപമാണ് സംഭവം നടന്നത്. ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിനുള്ള വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. സുജിനൊപ്പം ഉണ്ടായിരുന്ന അനന്തുവിനും കുത്തേറ്റിരുന്നു. ഇയാളുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് റിപ്പോർട്ട്. ഇരുവരെയും ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചിരുന്നു. ചാവക്കാടും ദേശീയപാത 66 വിള്ളൽ കാണപ്പെട്ടു. മലപ്പുറം കൂരിയാടിന് വിള്ളൽ അനുഭവപ്പെട്ടതിന് പിന്നാലെയാണ് ഇത്. മണത്തലയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന മേൽപ്പാലത്തിന് മുകളിലാണ് റോഡ് വിണ്ടുകീറിയത്. സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ ദേശീയപാത അധികൃതർ വിള്ളൽ ടാറിട്ട് മൂടുകയും ചെയ്തു. ടാറിംഗ് പൂർത്തിയായ റോഡ് 50 മീറ്റർ നീളത്തിലാണ് വിള്ളൽ ഉണ്ടായത്. ഇതിന്റെ ദൃശ്യങ്ങൾ വൻതോതിൽ പ്രചരിച്ചതോടെ രാത്രി തന്നെ അധികൃതർ എത്തി വിള്ളൽ അടയ്ക്കുകയായിരുന്നു. ഡോക്ടർ MR ശ്രീനിവാസൻ അന്തരിച്ചു. 95 വയസ്സായിരുന്നു. രാജ്യത്തെ പ്രമുഖ ആണവ ശാസ്ത്രജ്ഞനും ആണവോർജ കമ്മീഷൻ മുൻ ചെയർമാനുമായിരുന്നു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് വീണ് പരിക്കേറ്റതിനെ തുടർന്ന് സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെയാണ് മരണം സ്ഥിരീകരിക്കുന്നത്. ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രഥമ ചെയർമാനാണ് അദ്ദേഹം.